അപ്പോൾ എല്ലാവർക്കും മുത്താശിപ്പാറയിലേക്ക് സ്വാഗതം. മുത്താശിപ്പാറയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മേലെത്തി. അവിടെ നിന്ന് കുറച്ചുള്ളൂ, ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് കുറച്ചും കൊണ്ട് കയറി വന്നാൽ തന്നെ മുത്താശിപ്പാറ എത്താൻ പറ്റും. ഈ മുത്താശിപ്പാറേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. നമുക്ക് വലിയൊരു ഹൈക്കിങ്ങും പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കയറിയാൽ തന്നെ ഒരു വലിയൊരു പാറപ്പുറത്തും പാറേൻ്റെ മേലെ നിന്ന് കാണുന്നുള്ള ഒടുക്കത്തെ വ്യൂ. ആ വ്യൂ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇത്രയ്ക്ക് അടിപൊളി വ്യൂ, ഇത്രയും ചിലവ് പറഞ്ഞ് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ആക്റ്റീവ് ഞാനും കൊണ്ട് കയറി പോകുന്നത് ഇങ്ങോട്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇനി മേലോട്ട് വരാൻ. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ ചുറ്റും വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല താനും. ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കാണുന്ന ചുറ്റും ഇത്രയും വലിയ മലേനെ നടുക്ക് ഒരു കുഞ്ഞി പാറ ആരോ കൊണ്ട് വെച്ചവരാണ്. കുഞ്ഞി പാറ ചുറ്റും, ഈ കാണുന്ന ചുറ്റും മലകളുടെ നടുക്കായിട്ട് ഒരു കുഞ്ഞി പാറ കൊണ്ട് വെച്ചാലുള്ള വൈബുണ്ടല്ലോ, അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ നിന്ന് നല്ല തെളിച്ചുള്ള സമയത്താണെങ്കിൽ ഇവിടെ നിന്നുണ്ട് ആ ഭാഗത്തായിട്ട് കടൽ വരെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരു 5 മണിക്കൊക്കെ അടുത്തായിട്ട്, അതായത് സന്ധ്യ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചുവന്ന സൂര്യനും കോടയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ സമയത്ത് വരുന്നതായിരിക്കും ബെറ്റർ.